പഴയ എൻ്റെ മേഖല തന്നെയാണ് ഞാൻ കോളേജിന് ശേഷം സ്വീകരിച്ചത്. അപ്പോൾ ഇപ്പോൾ ഞാൻ ബ്ലൂ ഡയമണ്ട്സ് ആലപ്പുഴ ഓർക്കസ്ട്രയുടെ കൂടെയാണ്. പിന്നെ എനിക്ക് 2 മക്കൾ, അതിലൊരാൾ ഇവിടെ എത്തിയിട്ടുണ്ട്, ഇളയ പുത്രൻ റാം മഹേശ്വർ. മൂത്തത് പെൺകുട്ടിയാണ് മാധവി, അവൾ 10ാം ക്ലാസ്സിൽ പഠിക്കുന്നു. വൈഫ് ഒരു തുണിക്കടയിൽ നിൽക്കുന്നു. പിന്നെ ഇതിനിടയ്ക്ക് നമ്മുടെ സനീജ് പറഞ്ഞ പോലെ ഞാൻ ഫേസ്ബുക്കിൽ കുറെ പോസ്റ്റ് ഇട്ടെന്ന് പറഞ്ഞു. അതൊക്കെ ചില ജീവിത സാഹചര്യങ്ങൾ കൊണ്ടാണ് അന്ന് ആ സമയത്ത് ഇട്ടത്. ഇപ്പോൾ കുഴപ്പമില്ല, ഇപ്പം നമ്മുടെ ജീവിതം നല്ല രീതിയിൽ പച്ചപിടിച്ച് മുന്നോട്ട് പോകുന്നു. പിന്നെ ഞാൻ എന്താ പറയണമെന്ന് എനിക്കറിയില്ല. ഇത് കഴിഞ്ഞിട്ട് എൻ്റെ ഒരു പ്രോഗ്രാം ഞാൻ ചെയ്യുന്നുണ്ട്. കോളേജ് ജീവിതം കഴിഞ്ഞ് എന്ത് ചെയ്യണമെന്നറിയാതെ പകച്ചുന്ന സമയത്ത് ആരോ പറഞ്ഞു ഹോട്ടൽ മാനേജ്മെന്റ് ചേരാൻ പറഞ്ഞു. അങ്ങനെ പോയി ഹോട്ടൽ മാനേജ്മെന്റ് ചേർന്നു. ഞാനൊരു കുക്കായി. ഒന്നും ഉണ്ടാക്കാൻ അറിയാൻ മേലാത്ത ഞാനും ഒരു കുക്കായി. ഇപ്പോൾ ഷിപ്പ്യാർഡിൽ കുക്കായിട്ട് ജോലി ചെയ്യുന്നു. വൈഫിൻ്റെ വീട് കുത്തിയോട്ടിലാണ്. ലിസീല ഫാർമസിസ്റ്റ് ആയിരുന്നു. ഇപ്പോൾ വീടിൻ്റെ അടുത്ത് ഒരു മെഡിക്കൽ ഷോപ്പിൽ പോകുന്നു. 2 പിള്ളേർ, മൂത്താൾ 2ാം ക്ലാസ്സിലും ഇളയാൾ UKG ആയിട്ടുള്ളൂ. താമസിച്ചാണ് വിവാഹം കഴിച്ചത്. അതെ, കല്യാണത്തിന് നമ്മുടെ ഈ ഗ്രൂപ്പ് ഇല്ലാത്ത കാരണം ആരെയും വിളിക്കാൻ പറ്റില്ല. പ്രസാദ്, മജീഷ്, നമ്മുടെ പട്ടേൽ, അങ്ങനെ കുറച്ചുപേരെ വിളിച്ചല്ലോ. അവർ വന്നായിരുന്നു. സംഭവിച്ച കാര്യങ്ങളൊന്നും പറയാൻ പറ്റില്ല. മെഡിക്കൽ ഷോപ്പിൽ പിന്നെ കോളേജിൽ നിന്ന് വിട്ട ശേഷം ആരെയും അങ്ങനെ പിന്നെ കണ്ടിട്ടില്ല. കാരണം ഞങ്ങൾ കോട്ടയം ജില്ലയിലായതുകൊണ്ട് ഇതും ആലപ്പുഴ ജില്ലയായത് കാരണം അപ്പുറത്ത് കായലിനപ്പുറം കോട്ടയം ജില്ല. അപ്പോൾ ഈ ഏരിയയിലേക്ക് വരാറില്ല. അത് കാരണം ആരെയും അങ്ങനെ പിന്നെ കണ്ടിട്ടില്ല. പിന്നെ മജീഷ് അനിയൻ്റെ കല്യാണത്തിനാണ് പിന്നെ ഒന്ന് കാണാൻ പറ്റിയത്. പിന്നെ ആശ മരിച്ചപ്പോഴും എല്ലാവരെയും അത്യാവശ്യം കാണാൻ പറ്റി. പിന്നെ കണ്ടിട്ടില്ല. ഇന്നലെ സത്യം പറഞ്ഞാൽ എൻ്റെ അനിയൻ്റെ കൊച്ചിൻ്റെ 28 ഇന്നിപ്പോൾ 11 മണിക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഞാനൊരു വീട്ടിൽ നിന്ന് എല്ലാവരും പോയി. പക്ഷേ ഞാനൊരു ഫംഗ്ഷൻ കാരണം മാത്രം പോന്നതാണ്. ബാക്കി എല്ലാവരും വരാത്തതിൽ അതിയായ ദുഃഖമുണ്ട്. എല്ലാവരും കാണാമെന്നുള്ള ഒറ്റ ആഗ്രഹത്തിൽ വന്നതാണ്. എന്നാലാണ് കോളേജിലെ പല കാര്യങ്ങളും ഓർക്കാൻ പറ്റിയതും. എന്നെ കോളേജിലെ പല സംഭവങ്ങളും, എന്നെ സോദരനെ തമ്മിൽ വെള്ളമടിച്ച് പിടിച്ച കാര്യവും, ജസ്റ്റ് ടീച്ചറെ പിടിച്ച് 3 മാസത്തെ സസ്പെൻഡ് ചെയ്തായിരുന്നു. അത് കാര്യമില്ലേ? വെള്ളമടിച്ച് പ്രിൻസിപ്പൾ പിടിച്ചായിരുന്നു. പ്രിൻസിപ്പൾ പിടിച്ച് ജസ്റ്റ് ടീച്ചർ വിളിച്ചു വരുത്തി 3 മാസത്തേക്ക് സസ്പെൻഡ് ചെയ്ത് അച്ഛനെ വിളിച്ചോണ്ട് കയറിയാതെന്ന് പറഞ്ഞു. പിന്നെ ഓട്ടക്കാരൻ അച്ഛനാണെന്ന് പറഞ്ഞ് വിളിച്ച് കയറ്റിയായിരുന്നു. അതൊക്കെ ഓർത്തപ്പോൾ വളരെ രസം തോന്നിയായിരുന്നു. ഇതാ സംഭവം. ഇത്രയൊക്കെ പറയാനുള്ളൂ. ഓക്കെ, താങ്ക് യു.